ഭാര്യാഭർത്താക്കന്മാർ അവർ ഇണചേരുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് 11ഓളം വിഷയങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തത് നമ്മുടെ നിയ്യത്ത് ശരിയായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്ലാം ഇണചേരുന്നത് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അതെല്ലാം ആയിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. എങ്കിൽ ആ ഇണചേരുന്നതിന് പോലും പ്രതിഫലമുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ചുംബിക്കലും തലോടലും ആലിംഗനം ചെയ്യലും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇണചേരുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം. അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വ ജന്നിബി ശൈത്താന മാ റസഖ്തന എന്ന് ഓരോ ഇണചേരലിലും പറയണം. അതിൽ ബിസ്മില്ല എന്ന് പറയുമ്പോൾ തന്നെ പിശാചുക്കൾ അവരുടെ ഔറത്ത് കാണുന്നതിൽ നിന്ന് ഒരു തടസ്സമായി തീരും. ബിസ്മില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വസ്ത്രം മാറ്റിവെച്ചാൽ പോലും പിശാചിന് മനുഷ്യരുടെ ഔറത്ത് കാണാൻ കഴിയില്ല. അതോടൊപ്പം അള്ളാഹുവിൽ നിന്നുള്ള സഹായവും ബറക്കത്തും എല്ലാം ആ വിഷയത്തിൽ വേണ്ടതുണ്ട്. ആ ബറക്കത്തിനെ തേടൽ കൂടി ബിസ്മില്ല എന്നതിലുണ്ട്. അതേപോലെ തന്നെ പിശാചിനെ ഞങ്ങളിൽ നിന്ന് അകറ്റണമേ എന്ന് പറയുമ്പോൾ പിശാച് പ്രേരിപ്പിക്കുന്ന ഇസ്ലാം വിലക്കിയിട്ടുള്ള തെറ്റായ രൂപത്തിലുള്ള ഇണചേരൽ ഇല്ലാതിരിക്കുവാൻ അത് സഹായിക്കും. അതേപോലെ തന്നെ പൈശാചികമായ പ്രേരണകൾ ഇല്ലാതിരിക്കുവാൻ അത് സഹായിക്കും. അപ്പോൾ ഈ ദുആ നമ്മൾ വിട്ടുപോകാൻ പാടില്ല. നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇണചേരുന്ന സന്ദർഭങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാർക്ക് ഏത് രീതിയും ഏത് പൊസിഷനും സ്വീകരിക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അത് ഇമാം തബറാനി അദ്ദേഹത്തിൻ്റെ മുഅ്ജമുൽ കബീറിലും അതേപോലെ തന്നെ മറ്റു മുഹദ്ദിസുകളും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വ്യക്തമാക്കി, ഇത്തിഹാ മുഖ്ബിലതൻ വ മുദ്ബിറതൻ, നീ അവളെ മുന്നിലൂടെയോ പിന്നിലൂടെയോ സമീപിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ ഇദാ കാന ദാലിക ഫിൽ ഫർജ്, അത് ഫർജിലായിരിക്കണം, അവളുടെ ലൈംഗികാവയവത്തിലായിരിക്കണം, പിൻദ്വാരത്തിലാവാൻ പാടില്ല എന്നർത്ഥം. അത് ഹറാമാണ്, അത് നിഷിദ്ധമാണ്. അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും തൻ്റെ ഇണകളെ പിൻദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ ഇണ ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ വുളു എടുക്കൽ വളരെ നല്ലതാണ്. ഏഴാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഇണ ചേർന്ന് കഴിഞ്ഞാൽ 2 സാഹചര്യങ്ങളിൽ കുളി നിർബന്ധമാണ്, കുളിക്കണം. അതിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇമാം മുസ്ലിം, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിം അവരെല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ ജാവസൽ ഖിതാനുൽ ഖിതാന, പുരുഷ ലൈംഗികാവയവത്തിൻ്റെ അഗ്രഭാഗം സ്ത്രീ ലൈംഗികാവയവത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ തന്നെ ഇന്ദ്രിയസ്ഖലനം നടന്നിട്ടില്ലെങ്കിൽ പോലും അവർ കുളിക്കേണ്ടതാണ്. അപ്പോൾ ലൈംഗികാവയവങ്ങൾ തമ്മിലുള്ള ഭാഗികമായോ പൂർണ്ണമായതോ ആയ പ്രവേശനം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഇന്ദ്രിയസ്ഖലനം സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും അവർ കുളിക്കേണ്ടതാണ്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ ഒന്നും സംഭവിക്കാതെ തന്നെ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ചുംബനം കൊണ്ടും ആലിംഗനം കൊണ്ടും ഒരാൾക്ക് സ്ഖലനം സംഭവിച്ചു, പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ സ്ഖലനം സംഭവിച്ചാലും അവർ കുളിക്കണം. എട്ടാമത്തെ കാര്യം, ജനാബത്ത് ഉള്ളവരായിരിക്കെ തന്നെ കിടന്നു ഉറങ്ങാമോ, എന്നിട്ട് സുബൈയുടെ സമയത്ത് എഴുന്നേറ്റ് കുളിച്ചാൽ മതിയോ? അങ്ങനെ മതി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, അയനാമു അഹദുന വഹുവ ജുനുബുൻ, ഞങ്ങൾക്ക് ജനാബത്തുകാരായിരിക്കെ ഉറങ്ങാൻ പറ്റുമോ നബിയെ? ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ ഉറങ്ങാം, പക്ഷേ വയതവദ്ദഉ ഇൻഷാ, ഉദ്ദേശിക്കുകയാണെങ്കിൽ വുളു എടുക്കൽ നല്ലതാണ്. അപ്പോൾ ജനാബത്തുകാരായിരിക്കെ ഉറങ്ങാം, പക്ഷേ വുളു എടുക്കൽ വളരെ നല്ലതാണ്. അതൊരു വാജിബല്ല, പക്ഷേ വളരെ നല്ലതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നാൽ കുളിച്ച് തന്നെ കിടക്കലാണ് ഏറ്റവും ഹൈറായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. 9ാമത്തെ കാര്യം, ആർത്തവ സമയത്ത് ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം ലൈംഗിക അവയവങ്ങൾ തമ്മിലുള്ള ബന്ധപ്പെടൽ മാത്രമാണ്. അതല്ലാത്ത ആസ്വാദനങ്ങളാവാം. പല ആളുകളും ആർത്തവ സമയത്ത് യാതൊരു നിലക്കുമുള്ള ഒന്നും ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. അത് തെറ്റാണ്. ഒരു റൂമിൽ പോലും കിടക്കാൻ പാടില്ല എന്ന് കരുതുന്നവർ, ഒരു ബെഡിൽ കിടക്കാൻ പാടില്ല എന്ന് കരുതുന്നവർ, ചുംബിക്കാൻ പാടില്ല എന്ന് കരുതുന്നവർ, അതൊക്കെ തെറ്റാണ്. മറിച്ച് ലൈംഗികാവയവങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ളത്. 10ാമതായി മനസ്സിലാക്കേണ്ടത്, പല ആളുകളും ചോദിക്കുന്നതാണ്, ഒരാൾക്ക് തൻ്റെ ഭാര്യ ഗർഭിണിയാവാതിരിക്കാനുള്ള വഴികൾ സ്വീകരിക്കാമോ? അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കുന്നാ നഅ്സിലു അലാ അഹ്ദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഖുർആനു യൻസിലു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അസ്ല് ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ ബീജം പുറത്തേക്ക് കളഞ്ഞിരുന്നു, കുട്ടികൾ തൽക്കാലം ഇപ്പോൾ വേണ്ട എന്നുള്ള നിലക്ക്. അപ്പോൾ ആ നിലക്ക് താൽക്കാലികമായി ഗർഭം ധരിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള വഴികൾ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ അത് നിരന്തരമായി, അതല്ലെങ്കിൽ എന്നേക്കുമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അതിന് മറ്റൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാതെ ഒരു സ്ത്രീക്ക് തൻ്റെ ഗർഭം നിർത്താൻ പാടില്ലാത്തതാണ്. അപ്പോൾ താൽക്കാലികമായ ഗർഭ നിരോധന മാർഗങ്ങൾ സ്വീകരിക്കാം, മറ്റു അപകടങ്ങൾ അതുകൊണ്ട് ഇല്ലെങ്കിൽ എന്നാണ് ഉലമാക്കൾ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. 11ാമത്തത്, ആ നിലക്ക് ഇണ ചേർന്ന് കഴിഞ്ഞാൽ അത് ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ഒതുങ്ങണം. ഒരിക്കലും അവർ തമ്മിലുള്ള ബന്ധങ്ങൾ, അവർ തമ്മിലുള്ള ആനന്ദമെടുക്കൽ അതൊരിക്കലും തന്നെ മറ്റാരോടും അവർ പറയാനോ പങ്കുവെക്കാനോ പാടില്ല.